INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ശേഖരിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഫോൺ ചെയ്ത ആളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതി ഉടൻ പിടിയിലാകുമെന്ന നിഗമനത്തിലാണ് പോലീസ്. വെള്ളിയാഴ്ച രാത്രിയാണ് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരം ശേഖരിക്കാനുള്ള ഒരു ശ്രമം നടന്നത്. സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു അത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിലുള്ളയാൾ ആരാണ്? പോലീസ് നടപടി എങ്ങനെയാണ്? ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണോ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. കാരണം INS വിക്രാന്ത് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഒന്നാം നിരയിൽ നിൽക്കുന്ന വിമാനവാഹിനി കപ്പലാണ്. ആ വിമാനവാഹിനി കപ്പലിൻ്റെ ലൊക്കേഷൻ അറിയാനാണ് ഇയാൾ ശ്രമിച്ചത്. കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ തന്നെ ഹാർബർ പോലീസ് കോഴിക്കോട് ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ പ്രതി ഒളിവിൽ പോയിരിക്കുന്നതായാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല NIAയും ATS അടക്കമുള്ള സംഘടനകൾ അതായത് അത്തരം ഏജൻസികളും ഇയാളുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഹൻ എന്ന പേരിലായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം നാവികസേനയുടെ കൊച്ചി ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്തത്. ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇയാൾ നാവികസേന ആസ്ഥാനത്തേക്ക് വിളിച്ചതും INSന്റെ വിക്രാന്തിൻ്റെ ലൊക്കേഷൻ അറിയാൻ ശ്രമിച്ചതും. ഇത് സംബന്ധിച്ച് നാവികസേന തന്നെയാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഹാർബർ പോലീസ് കേസെടുത്തിരുന്നു. ഇന്നലെ രാവിലെ തന്നെ ഹാർബർ പോലീസ് കോഴിക്കോടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആ പോലീസ് അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സേതു, ശരി സഹിൻ, വ്യക്തമാണ്. അപ്പോൾ INS വിക്രാന്തുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചയാളിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് സഹിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.